ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ നിന്ന് നാട്ടിലെത്തിയോന്ന്. ഇല്ല, നാട്ടിലുള്ള സമയത്ത് എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അത് ഒരു മാസത്തോളം നമ്മളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് എടുത്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വ്ളോഗാക്കിയതാണ്. ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ ഇതാണ് പനനൊങ്ക്. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും കിട്ടാറില്ല. ഇത് നാഗർകോവിലും ചെന്നൈയിലും ഒക്കെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മുടെ അവിടെ കരിക്കൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ കരിക്കും ഈ പനനൊങ്കും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ചൂട് സമയത്താണ് കൂടുതലും ആൾക്കാർ ഇതൊക്കെ മേടിച്ച് കഴിക്കുന്നത്. അപ്പം നമ്മളെപ്പോൾ വരുമ്പോഴും ഇതുപോലെ നൊങ്ക്, സാധാരണ നൊങ്കിൻ്റെ കൂടെ സർബത്തും കൂടെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. ഈ പ്രാവശ്യം ഏട്ടൻ വെളിയിൽ പോയപ്പം ഏട്ടൻ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് കട്ട് ചെയ്യുമായിരുന്നു. സാധാരണ നമ്മൾ അങ്ങനെ കടയിൽ നിന്ന് പാക്കറ്റിൽ അവർ നൊങ്കും സർബത്തും ഒക്കെ ഒഴിച്ചിങ്ങനെ തന്നു വിടും. പക്ഷേ സർബത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നൊങ്ക് മാത്രം മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ കുട്ടിക്ക് വിമാനമൊന്നും സർബത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം പിന്നെ അതിനെ ഒന്ന് ഇതുപോലെ വെട്ടി നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചു. പക്ഷേ ഈ നൊങ്ക് കഴിക്കാനുള്ള ഭാഗ്യം നമുക്കില്ലായിരുന്നു. കാരണം നമ്മൾ ഇതിനെയെല്ലാം എടുത്തിട്ട് നമ്മൾ ഉച്ച സമയത്താണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച സമയമായിരുന്നു. അതുകൊണ്ട് പിന്നെ ആർക്കും കഴിക്കണമൊന്നും തോന്നിയില്ല. ശരി, കുറച്ച് കഴിയട്ടെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. ശരി, തണുത്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് പുറത്ത് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് പിന്നെ 2-3 കുർത്തിയൊക്കെ എടുക്കാൻ വേണ്ടി പോത്തീസിലേക്ക് വന്നതാണ്. പോത്തീസിൽ എപ്പോൾ വന്നാലും നല്ല തിരക്കാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേന് 2-3 ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്ത വർഷം യൂസ് ചെയ്യാമല്ലോ. ഞാൻ അങ്ങനെയൊന്നും അധികമൊന്നും ഇപ്രാവശ്യം എടുത്തുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ പോത്തീസിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേന് ഞാൻ നാട്ടിലേക്കെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, പത്തനംതിട്ടയിലേക്ക്. അപ്പം നമ്മളിപ്പോൾ ഓട്ടോയിൽ നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ ഉണ്ടല്ലോ, നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഓട്ടോയിൽ കയറുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. പക്ഷേ കുട്ടിക്ക് വിമാനം ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതാണ് നാഗർകോവിലെ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഏട്ടൻ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞാനിപ്പോൾ നാഗർകോവിൽ നിന്ന് നമ്മുടെ ചെങ്ങന്നൂർക്ക് പോവാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഏട്ടൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനും വിവാൻകുട്ടിയും പശുക്കുട്ടിയും കൂടെ മാത്രമാണ് പോണത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഇവരെയും കൊണ്ട് മാത്രമായിട്ട് പോകുന്നത്. ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല. എപ്പോഴും ഏട്ടൻ കാണും, അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടെ കാണും, അങ്ങനെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിലെവിടെ ഒരു ചെറിയൊരു പേടിയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പ്രായമായി എന്നിട്ടും ആ ഒരു പേടി. കാരണം നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് നാഗർകോവിൽ നിന്ന് ചെങ്ങന്നൂരിലേക്കുള്ള യാത്രയാണ്. അപ്പം നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. എന്ത് ഭംഗിയല്ലേ, ഫുള്ള് പാടവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇത് ഇപ്പോൾ നോക്കിക്കോ, ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് ടാറ്റ കാണിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ പണ്ട് കൊച്ചിലെ ഈ എയർപ്ലെയിനൊക്കെ പോകുന്ന സമയത്ത് താഴെ നിന്ന് ടാറ്റ കാണിക്കത്തില്ലേ, അതുപോലെ അപ്പൂപ്പൻ അവിടെ നിന്ന് ട്രെയിൻ പോയപ്പം കാണിച്ചു. എനിക്ക് ഈ ഒരു നാട്ടിൻ പുറത്താണല്ലോ ഇതുപോലത്തെ നിഷ്കളങ്കമായ മുഖങ്ങളൊക്കെ കാണുന്നല്ലേ. നമുക്ക് എപ്പോഴും ആ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ പോവാണ് കേട്ടോ. പശുക്കുട്ടിയും വിമാനം കയറിയപ്പോൾ തൊട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ പറഞ്ഞു പിന്നെ ട്രെയിനിൽ എന്ത് ചെയ്യാനാണ്. പിന്നെ കയ്യിൽ 2 പേരുടെ ലാപ്ടോപ്പല്ല, ഐപാഡും ടാബും ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മളൊക്കെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷനേ ഇല്ലല്ലോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവരെ കൊണ്ടൊന്നും ഇങ്ങനെ ഇരിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പശുക്കുട്ടിയുടെ തൊട്ടടുത്തുള്ള ഒരു പാറ്റ പോയി. പാറ്റ ഭയങ്കര പേടിയാണ് അവൾക്ക്. അപ്പോൾ ആ തൊട്ടടുത്ത് അങ്കിൾ പറഞ്ഞു, പാറ്റ മാത്രമല്ല എലിയും കാണും ട്രെയിനകത്തുനിന്ന്. അവൾക്ക് ഭയങ്കര പേടിയായി. ഞാൻ പറഞ്ഞു എന്താ ഇന്ത്യൻ റെയിൽവേ എന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തത്, എല്ലാവരും കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വഴിയായിട്ട് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ബസ്സിന് വേണം വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇനി എനിക്കൊരു 1 മണിക്കൂർ വീണ്ടും യാത്രയുണ്ട് ബസ്സിൽ. നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകണം. അവിടെ എലന്തൂരിൽ ഞാൻ പോയി ഇറങ്ങും. എലന്തൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. പ്രക്കാനത്താണ് എൻ്റെ വീട് കേട്ടോ. അങ്ങനെ നമ്മളിപ്പം ബസ് യാത്ര പോയിക്കൊണ്ട് വിവാൻകുട്ടി നല്ല ഉറക്കമാണ്. നമ്മൾ രാവിലെ ഇറങ്ങിയതാണല്ലോ. പൊതുവേ ഇവർ ബസ്സിലും കാറിലും ഒക്കെ കയറി കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ നാട്ടുകാരെയും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അവിടെ വേറെ ഒരു രീതിയാണ് നാഗർകോവിലൊക്കെ വീടുകൾ. ഇവിടെ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പം വേറൊരു ഭംഗിയാണല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിലെത്തി. എവിടെയൊക്കെ പോയാലും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കല്യാണത്തിന് മുമ്പ് വരെ നമ്മൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ അർമാദിച്ച് നടന്നിട്ട് കല്യാണശേഷം നമ്മൾ വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരാണല്ലോ.
അതൊരു ഭയങ്കര ഒരു ഫീലാണ്. അങ്ങനെ ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അമ്മ ഇവിടെ അടുക്കളയുടെ സെറ്റപ്പൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് കബോർഡൊക്കെ ചെയ്ത് അടിപൊളി നീറ്റാക്കിയിട്ടുണ്ട്. എപ്പോഴും അപ്ഡേറ്റൊക്കെ തരാറുണ്ടായിരുന്നു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. പക്ഷേ ഇന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അമ്മ ഇവിടെ എന്താ നല്ല അടിപൊളി മീൻ വറുത്തതും ചക്കത്തോരനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചക്കയുണ്ട്, അപ്പം ആ സമയത്ത് ചക്കത്തോരനും പിന്നെ മോര് കറിയും. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു എനിക്ക് മോര് കറി വേണമെന്ന്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ എത്ര ഫുഡ് ഉണ്ടാക്കിയാലും നമ്മുടെ അമ്മയുടെ ഫുഡ് കഴിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയൊക്കെയാണ് അവിടെ ഇരിക്കുന്ന പപ്പടവും ഇതൊക്കെയായിരുന്നു. എനിക്കൊന്ന് പുട്ടായിരുന്നു തോന്നുന്നു, അല്ല ഇഡ്ഡലി ആയിരുന്നു കേട്ടോ, ഇഡ്ഡലിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് വിശന്നിട്ടാണ് വന്നത്. ഉച്ചയായി ഞാനിവിടെ എത്തിയപ്പം. നല്ല മീൻ കറിയും മീൻ വറുത്തതും ചക്കത്തോരനും ഒക്കെ കൂട്ടി അടിപൊളി ഒരു ഊണൊക്കെ ഉണ്ട്. അപ്പം പിന്നെ എന്താണ്, ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് അടിപൊളി മഴയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ മഴ പെയ്യുമ്പം നമ്മുടെ കിണറ്റിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. പണ്ടൊക്കെ ഞാൻ ഇതിൽ നമ്മുടെ കുഞ്ഞു വള്ളമൊക്കെ ഉണ്ടാക്കി വിടുമായിരുന്നു, പേപ്പർ വെച്ചുണ്ടാക്കുമല്ലോ, അതൊക്കെ ഉണ്ടാക്കി വിടുമായിരുന്നു. അതൊക്കെ ഒരു നൊസ്റ്റു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആണിത് കേട്ടോ. നെക്സ്റ്റ് ഡേ വിവാഹംകുട്ടിക്ക് ദോശയും വഷിക്കുട്ടിക്ക് പഴങ്കഞ്ഞി. വഷിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പഴങ്കഞ്ഞി കുടിക്കാൻ. അത് ചക്ക ഉണ്ടായിരുന്നു, അമ്മ ചക്ക വേവിച്ചതും തൈരും പിന്നെ എന്താണ് നമ്മുടെ മീൻകറിയൊക്കെ അങ്ങോട്ട് കൂട്ടി അടിപൊളി ഒരു പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു. ഞാനാണ് പിന്നെ ബാക്കി കഴിച്ചത് കേട്ടോ. അവളും കുറച്ച് കുടിച്ചു, ഞാനും കുറച്ച് കുടിച്ചു. പഴങ്കഞ്ഞിയൊക്കെ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. അത് വീട്ടിലെ ചക്കയൊക്കെ അങ്ങോട്ട് വെച്ച് കഴിക്കുമ്പോൾ എന്താ ഒരു സ്വാദ്. ചക്കമരം ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഉണ്ട്, ഇനി വേറെ 1-2 പ്ലാവും കൂടെ ഉണ്ട് ചുറ്റിനും. എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ വീട്ടിലും കുഞ്ഞമ്മമാരുടെ വീട്ടിലും ഒക്കെ പോകാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. ആകെ പോയ 3 ദിവസത്തേക്കാണ് കേട്ടോ. ആ 3 ദിവസം 2 ദിവസവും മഴയായിരുന്നു. മഴ ഇടയ്ക്ക് തോരുന്ന സമയത്ത് അമ്മ ഇതുപോലെ പോയി മുറ്റം അടിക്കും. ഇഷ്ടംപോലെ മുറ്റം അടിക്കാനുണ്ട് കേട്ടോ വീടിന് ചുറ്റിനും. അത് അമ്മയ്ക്ക് നല്ല എക്സസൈസാണ്. അപ്പോൾ നമ്മ ആണെങ്കിൽ ഫുള്ള് ഇവിടെ എല്ലാം ഇങ്ങനെ പച്ചക്കറികളും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട്. പാവലും പച്ചമുളകും പിന്നെ ഇഷ്ടം പോലെ ചെടി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ചെടി ഒരു വീക്ക്നെസ്സാണ്. അമ്മ അങ്ങനെ വീടിൻ്റെ ചുറ്റും ഒരു പൂങ്കാവനമാക്കിയിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലേക്ക് വരാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും എൻ്റെ കൂടെ നാഗർകോവിൽ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ അമ്മ മരിച്ച സമയത്ത്. ഏട്ടനാണെങ്കിലും ഒരു 10-16 ദിവസം വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്താ വിചാരിച്ച് എന്തായാലും വന്നിട്ട് പോവാം. അച്ഛൻ്റെ മുട്ട ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സ്കോട്ട്ലാൻഡിലേക്ക് വരുന്നതിന് ഒരു ദിവസം മുമ്പെങ്ങാണ്ടായിരുന്നു ഓപ്പറേഷൻ. പക്ഷേ എനിക്ക് പിന്നെ അങ്ങോട്ട് ആശുപത്രിയിലൊന്നും പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു. ശരി എന്നാൽ പിന്നെ 2 ദിവസം കൂടെ വന്ന് ഇവിടെ നിന്നിട്ട് പോകാമെന്ന് വെച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ മുട്ട ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അച്ഛൻ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇത് എന്താണെന്നറിയാമോ, ഇതാണ് കമ്പിളി മേശയെന്ന് നമ്മൾ പറയും. കമ്പിളി നാരങ്ങ, ബബ്ലി മാസോ എന്തോ വേറെ എന്തൊക്കെയോ പേരുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് നാഗർകോവിലേക്ക് പോവുകയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിനിലാണ് പോണത്. തിരിച്ച് പോകുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. പ്രത്യേകിച്ച് അച്ഛന് ഭയങ്കര വിഷമമാണ്. ഇനിയിപ്പം നമ്മൾ എപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.